ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ എത്രയാണ് ഇംഗ്ലീഷ് സ്കോർ വേണ്ടത്? ഏതൊക്കെ ഇംഗ്ലീഷ് ടെസ്റ്റാണ് ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്? ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റഡ് ആണോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നഴ്സസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇംഗ്ലീഷ് സ്കോറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ സ്കോർ ആവശ്യമില്ല. ഫൈനൽ പേപ്പർ വർക്കിൻ്റെ ടൈമിലാണ് ഇംഗ്ലീഷ് സ്കോറിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. നേരത്തെ സ്കോർ എടുത്ത് വെച്ചാലും സ്കോർ എക്സ്പയർ ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനോടൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് NCLEX-RN പാസ്സായതിനു ശേഷം മാത്രം എക്സാം എഴുതാനാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നോക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ടതില്ല. NCLEX പാസ്സായതിനു ശേഷം മാത്രം എഴുതിയാൽ മതിയാവും. രണ്ടാമതായി, ഏതൊക്കെ ഇംഗ്ലീഷ് ടെസ്റ്റാണ് ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് APRA അക്സെപ്റ്റ് ചെയ്യുന്നത് IELTS, OET, PTE ഈ 3 എക്സാംസും APRA അപ്രൂവ് ചെയ്യുന്നതാണ്. കൂടുതൽ നഴ്സസ് അറ്റൻഡ് ചെയ്യുന്നത് OET ആണെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ് PTE, Pearson ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് PTE എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. എന്നാലും കാൻഡിഡേറ്റിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതിയിട്ട് പാസ്സാവാനായി നോക്കുക. ഇനി സ്കോർ എത്ര വേണമെന്നും അതിൻ്റെ ക്ലബിങ്ങിനെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. IELTS ആണെങ്കിൽ ഓരോ മൊഡ്യൂളിനും മിനിമം 7 ആണ് സ്കോർ വേണ്ടത്. OET ആണെങ്കിൽ 4 മൊഡ്യൂൾസിനും ഇൻഡിവിജ്വൽ B വേണം. PT ആണ് എഴുതുന്നതെങ്കിലോ PTക്ക് ഓരോ മൊഡ്യൂളിനും 65 മിനിമം വേണം. ഇനി എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് ക്ലബിംഗ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പലരുടെയും വിചാരം ഓസ്ട്രേലിയയിൽ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇൻഡിവിജ്വൽ B അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ 7 എടുത്താൽ മാത്രമാണ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് APRA ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റ് ചെയ്യും. APRAയുടെ സൈറ്റിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. 6 മാസത്തിനുള്ളിലെ ക്ലബിംഗ് ആണ് പറ്റുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 4 മൊഡ്യൂൾസും ഒന്നിച്ച് തന്നെ അറ്റൻഡ് ചെയ്യണം. സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതിയെടുക്കാനായിട്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ജനുവരി 25-ാം തീയതി നിങ്ങൾ OETയുടെ എക്സാം എഴുതിയെന്ന് കരുതുക. അതിൽ നിങ്ങൾക്ക് 2 B കിട്ടി. ബാക്കി 2 B കിട്ടിയില്ല, സ്കോർ കുറഞ്ഞു പോയി. അടുത്ത എക്സാം ഡേറ്റ് എടുക്കുമ്പോൾ ജൂലൈ 25-ന് മുമ്പുള്ളൊരു ഡേറ്റ് എടുക്കണം. 4 മൊഡ്യൂൾസും ഒന്നിച്ച് തന്നെ അറ്റൻഡ് ചെയ്യണം. ആദ്യം കുറഞ്ഞു പോയ സ്കോർ B ആക്കാനായിട്ട് നോക്കുക. ഓൾറെഡി B കിട്ടിയ മൊഡ്യൂള് രണ്ടാമത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇതിനെയാണ് ക്ലബിംഗ് സ്കോർ എന്ന് പറയുന്നത്. 6 മന്ത്സിനുള്ളിലെ ക്ലബിംഗ് ആണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് തുടങ്ങാൻ താല്പര്യമുള്ള BSc, MSc, പോസ്റ്റ് BSc കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. A to Z കാര്യങ്ങൾ ഡെസ്മ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റേജായ രജിസ്ട്രേഷൻ പ്രോസസ്സ്, പിന്നീടുള്ള ജോബ് പ്ലേസ്മെൻറ്റ്, അത് കഴിഞ്ഞ് വരുന്ന PR, അങ്ങനെ എല്ലാ പ്രോസസ്സും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.